ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാട ബിരിയാണിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ കാട ബിരിയാണി ആയതുകൊണ്ട് തന്നെ കാടയൊന്ന് മസാലയൊക്കെ പുരട്ടി മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കാടയിലേക്ക് 5 കാടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അരമുറി നാരങ്ങയുടെ നീര്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ റൈസൊക്കെ വെന്ത് വരാറാകുമ്പോഴത്തേക്കും നമ്മളിത് ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ റൈസ് ഞാൻ ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വാരി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ റൈസ് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഈ റൈസിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, ഒരു തക്കോലപ്പട്ടിൽ ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള പോട്ട് ഇവിടെ ചൂടായിരിക്കുകയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം ഈ പാത്രം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഈ കറുവാപ്പട്ട ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത ഉടനെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസും കൂടി ഇട്ട് കൊടുക്കാം. ഗ്രാമ്പ് ഒന്നും അങ്ങ് കരിഞ്ഞു പോകരുത്, പെട്ടെന്ന് തന്നെ റൈസ് ഇട്ട് കൊടുക്കാം. ഈ 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ റൈസിന്. ഇതിലേക്ക് ഇനി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്നുള്ള അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. നമ്മൾ എത്ര ഗ്ലാസ് ആണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി ആയിരിക്കണം വെള്ളം. അപ്പം ഞാനിവിടെ സാധാരണ അബുക്കാസിൻ്റെ അല്ലെങ്കിൽ മെഹ്റാൻ്റെ ഒക്കെ റൈസാണ്, ബിരിയാണി റൈസാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ അരിക്കെല്ലാം ഈ ഒരു അളവിലാണ് വെള്ളം ഉപയോഗിക്കേണ്ടത്. ഇതിലേക്ക് 2 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, ഈ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഈ അരിയുടെ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് 3 ബേ ലീഫും ഒരു ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കാം. ഡ്രൈ ലെമൺ നമ്മുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പകരം 1 ടീസ്പൂൺ അളവിൽ സാധാരണ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചോറിനൊരു ബ്ലാക്ക് കളറായി വരും. അപ്പം ഇങ്ങനെ ഫുള്ളോട് കൂടി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് മൂടി വെച്ച് കൊടുക്കാം. ഈ ഹോളൊന്ന് അടച്ചു കൊടുത്തേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആ എയർ പുറത്തോട്ട് പോവാത്ത രീതിക്ക് തന്നെ. റൈസ് കുക്കായി വരുന്ന സമയം കൊണ്ട് തന്നെ കാടയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കാട ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്, കാരണം എങ്കിലേ നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ റൈസ് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നു ഇത്രയും നേരം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അവിടെ തന്നെ വെക്കണം. അപ്പോൾ തന്നെ നമ്മൾ ഏത് അടുപ്പയിലാണോ വെച്ചിരിക്കുന്നത് അവിടെ തന്നെ വെക്കണം. അടുപ്പയിൽ നിന്ന് മാറ്റി വെക്കരുത്, എങ്കിലേ ആ വെള്ളം കറക്റ്റായിട്ട് വറ്റി നമുക്ക് ആ കറക്റ്റ് അളവിൽ ചോറ് വെന്ത് കിട്ടത്തുള്ളൂ. ഇനി അതൊരു അരമണിക്കൂർ ഇരിക്കുന്ന സമയം കൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും. പിന്നെ ഇതിലേക്ക് ചേർക്കാവുന്നത് സവാളയൊക്കെയാണ്. അപ്പം ഞാനിവിടെ 3 സവാള ഇതിനായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ 1 സവാള ഫ്രൈ ചെയ്യാനായിട്ടും വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഫ്രൈ ചെയ്ത് അതിൻ്റെ ചോറിൻ്റെ മുകളിൽ ഇടാനായിട്ടാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് അരത്തുടം വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചി, 6 പച്ചമുളക്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും മുളക് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒതുക്കി എടുത്തുകൊണ്ട് വരാം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട, നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്താൽ മതി. പച്ചമുളകൊക്കെ ചതച്ചെടുത്തിരിക്കുന്നതാണിത്. ഇനി ബാക്കിയുള്ള സവാളയൊക്കെ വഴറ്റാനായിട്ട് തുടങ്ങാം. സവാള വഴറ്റാനുള്ള പാത്രം ചൂടാകുമ്പോഴേക്കും ഇതിലേക്കും കൂടി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിലുള്ള എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ചെടുത്തിരുന്ന ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു 10 മിനിറ്റ് നേരം കൂടെ വഴറ്റിയെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു കുത്തൽ കാണും. ഈ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇഞ്ചിയുടെയൊക്കെ. ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ അങ്ങനെയുള്ളതൊന്നും വേറെ ചേർക്കുന്നില്ല. അപ്പോൾ സവാളയൊക്കെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം നേരത്തെ ചതച്ചെടുത്തിരുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് നേരം കൂടെ വഴറ്റിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഈ സമയം കൊണ്ട് സവാളയൊക്കെ ഫുള്ളായിട്ടും വഴന്ന് കിട്ടുകയും ചെയ്യും. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ ഒരു പച്ചച്ചവ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് കുറച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ കാടയൊക്കെ ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം. നമ്മൾ റൈസൊക്കെ ദമ്മിടാൻ നേരത്തെ ഇതിൻ്റെ ആവശ്യമുള്ളിന്. അപ്പോൾ കാട ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. ഈ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇഞ്ചിയുടെയൊക്കെ. ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ അങ്ങനെയുള്ളതൊന്നും വേറെ ചേർക്കുന്നില്ല. ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് പുതിന അരിഞ്ഞതും അതുപോലെ തന്നെ മല്ലിയില അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ പുതിനയിലൊക്കെ ചേർത്ത് കഴിയുമ്പോഴേക്കും. വില ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കത്തില്ല. പെട്ടെന്ന് അങ്ങ് ഇടുമ്പോൾ തന്നെ വാടി വരും നന്നായിട്ട്. ഇനി ഇതിലേക്ക് 2.5 ടീസ്പൂൺ അളവിൽ ഉള്ള ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ആ മസാലയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരാനായിട്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. തക്കാളിയും കൂടി ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ആ കാടയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ മസാലയൊക്കെ ചെല്ലുമ്പോഴേക്കും. ഇങ്ങനെ വെക്കുമ്പോഴേക്കും മസാല ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ചോറൊക്കെ നല്ല വെന്ത് കറക്റ്റ് വെള്ളമൊക്കെ വറ്റിയിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഈ ലെമണും ലീഫൊക്കെ അങ്ങ് എടുത്ത് മാറ്റുക. അടിയിൽ വരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് തന്നെ പറ്റും വീഡിയോയിൽ. ഒട്ടും വെള്ളമയോ ഒന്നുമില്ല അടിയിലേക്ക്. അപ്പോൾ ഇതൊരു 90% വേവാണ്. ഇനി നമ്മൾ ബാക്കിയുള്ള ദമ്മൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ ബാക്കി 10% കൂടി അതിൽ നിന്ന് തന്നെ വെന്തോളും. അപ്പം ഇങ്ങനെ ഒരു പാകമായിരിക്കണം. അപ്പം ഞാൻ എപ്പോഴും കുറച്ചൊക്കെ അളവിലാകുമ്പോഴത്തേക്കും ചോറ് വെക്കുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിലാണ് വെക്കാറ്. വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തിളപ്പിച്ച് ഊറ്റുന്നതിലും ഒരു ടേസ്റ്റാണ് ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോഴേക്കും. ചോറൊക്കെ ഇവിടെ റെഡിയായി. അതുപോലെ തന്നെ അതിനുള്ള ഗ്രേവിയും റെഡിയാണ്. ഇത് ദമ്മിടാനായിട്ട് തുടങ്ങാം. അപ്പൊ ദമ്മിടാനായിട്ടുള്ള പാത്രം ചൂടാക്കിയാണ് വെച്ചിരിക്കുന്നത്. ചൂടായതിനു ശേഷം അതങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില അരിഞ്ഞത് വിതറി കൊടുക്കണം. അല്പം പുതിന അരിഞ്ഞത് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കാട ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പം പൈനാപ്പിൾ കട്ട് ചെയ്തോടെ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പം നമ്മളിതിലേക്ക് പൈനാപ്പിൾ എസൻസോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഹോം മെയ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ എസൻസുകളൊന്നും ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഫ്രഷ് പൈനാപ്പിൾ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള ഫ്രൈ ചെയ്തതും കാഷ്യൂനട്ടും ഒക്കെ ദമ്മിട്ട് ഇതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുൻപാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ദമ്മായി വരുന്ന സമയത്ത് അതൊക്കെ ഫ്രൈ ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ ലെയറിൻ്റെ മുകളിലേക്ക് വീണ്ടും മല്ലിയിലയും കുറച്ച് പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ആയിരിക്കണം കൂടുതലുള്ളത്, പുതിനയില വളരെ കുറച്ച് മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഈ പാലും മഞ്ഞൾപ്പൊടിയും കൂടി കലക്കിയതുകൂടി ചേർത്ത് കൊടുക്കാം. അതിടയ്ക്ക് ആ ഒരു യെല്ലോ റൈസ് കിട്ടാനായിട്ടാണ്. ഇതിന്റെ മുകളിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ ചോറങ്ങ് ഒരുപാട് അങ്ങ് വറ്റി ഡ്രൈ ആവാതിരിക്കാനായിട്ടാണ്. ഇതിന് മുകളിലേക്ക് കുറച്ച് ഗരം മസാല തൂക്കി കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഗ്രേവിയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇതിന്റെ മുകളിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. യെല്ലോ കളറ്. പാലിനകത്ത് കലക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മഞ്ഞളിന്റെ ഒരു ടേസ്റ്റ് വേറെ ടേസ്റ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പാലിനകത്ത് കലക്കുന്നത്. അപ്പൊ കുങ്കുമപ്പൂ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ 2 മണിക്കൂർ മുൻപ് വെള്ളത്തിലിട്ടിട്ട് ആ പാല് ഒഴിച്ചാൽ മതി. കുങ്കുമപ്പൂ പാലിനകത്ത് ഇട്ടതിന് ശേഷം അത് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിന്റെ മുകളിലേക്ക് ഒരല്പം കൂടി ഗരം മസാല വിതറി കൊടുക്കാം. ഒരുപാടായി പോകരുത്, ജസ്റ്റ് തൂകി കൊടുത്താൽ മതി. ഇതിന് മുകളിലേക്ക് 1 സ്പൂൺ റോസ് വാട്ടർ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ബിരിയാണിക്ക് ആ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ടാണ് നമ്മൾ റോസ് വാട്ടർ ഉപയോഗിക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് 5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ നല്ല മുകളിൽ വരെ ചൂട് വരുന്നതും വരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇത് അമ്മക്ക് റെഡിയായി വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യമേ കാഷ്യൂനട്ടും റൈസിൻസും കൂടി ഒന്ന് വറുക്കാം. അപ്പോൾ അതിനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് കാഷ്യൂനട്ട് ആദ്യമേ ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് റൈസിൻസ് കൂടി ഇട്ട് കൊടുക്കാം. രണ്ടുകൂടി ഒന്നിച്ചിട്ട് കൊടുത്താൽ റൈസിൻസ് പെട്ടെന്ന് അങ്ങ് മൂത്ത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ബ്രൗൺ കളർ ആകി കഴിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇതിനൊക്കെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. അതിനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതലോ അല്ലെങ്കിൽ കുറവോ അത് നമ്മുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. അതിന് ശേഷമാണ് ഉള്ളി വറുത്തെടുക്കുന്നത് ഈ എണ്ണയിൽ തന്നെ. ഈ എണ്ണയിലേക്ക് തന്നെ സവാള ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മതി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ദമ്മിട്ട് വെച്ചിട്ട്. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷ്യൂനട്ടും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് കുറച്ചായിട്ട് കോരിയെടുക്കാം. അപ്പം നമ്മുടെ കാട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.